നമസ്കാരം. യൂറോപ്പിൽ ടെമ്പററി റെസിഡൻസ് കാർഡ് എടുക്കാൻ അപേക്ഷിച്ചെങ്കിലും അതിന് നെഗറ്റീവ് ഉത്തരമായാൽ ഇനി എന്ത് ചെയ്യണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയുന്നത്. ഇത്തരത്തിൽ എത്രയോ പേരാണ് പെട്ടുപോകുന്നത്. നിരാകരണത്തിന് ശേഷമുള്ള വഴികളും നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങൾക്കറിയേണ്ടതായ സുപ്രധാന വിവരങ്ങളുമാണ് ഇനി പറയുന്നത്. സെക്ഷൻ 1 റെസിഡൻസ് കാർഡ് നിരാകരണത്തിന്റെ പ്രധാന കാരണം. രണ്ടാമതായി നോക്കാം, എന്താണ് പലരുടെയും അപേക്ഷ നിരസിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപൂർണമായ ഡോക്യുമെന്റുകൾ, നിയമപരമായ അയോഗ്യതകൾ, സാമ്പത്തിക ശേഷി തെളിയിക്കാൻ കഴിയാത്തത്, ജോലി അല്ലെങ്കിൽ പഠന രേഖകളില്ലായ്മ. നിങ്ങളുടെ റിജക്ഷൻ ലെറ്റർ കൃത്യമായി വായിച്ച് അതിൽ പറയുന്ന കാരണം മനസ്സിലാക്കുക. അതാണ് അടുത്ത ചുവടുവെക്കാനുള്ള അടിസ്ഥാന പടിക്ക്. സെക്ഷൻ 2 അപ്പീൽ ചെയ്യാമോ? അപ്പീൽ റൈറ്റ്സ് എക്സ്പ്ലെയിൻ. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും നിങ്ങളുടെ അപേക്ഷ റിജക്ട് ചെയ്യപ്പെട്ടാൽ അതിന് എതിരായി അപ്പീൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. ചില രാജ്യങ്ങളിൽ 14 ദിവസം, ചിലതിൽ 30 ദിവസം വരെ സമയമുണ്ട്. അപ്പീൽ ചെയ്യുമ്പോൾ പുതിയ രേഖകൾ, വിശദീകരണ കത്തുകൾ എന്നിവ ചേർക്കാം. കൂടുതൽ കാര്യക്ഷമതയ്ക്കായി ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകനെ സമീപിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉപദേശം. സെക്ഷൻ 3 റീ അപേക്ഷ ചെയ്യാമോ? നിരാകരണത്തിന് കാരണം അപൂർണമായ രേഖകളോ നേരിയ പിഴവുകളാണെങ്കിൽ അപ്പീൽ ചെയ്യാതെ തന്നെ നിങ്ങളുടെ അപേക്ഷ പുതിയതായി സമർപ്പിക്കാവുന്നതാണ്. പുതിയ രേഖകൾ, മുൻ നിരാകരണ കത്ത് എന്നിവ ചേർത്ത് റീസബ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഫലപ്രദമായേക്കാം. സെക്ഷൻ 4 മാനുഷിക അഥവാ പ്രത്യേക സാഹചര്യങ്ങൾ. നിങ്ങളുടെ റെസിഡൻസ് അപേക്ഷ വിവാഹം, കുടുംബം, ആരോഗ്യ പ്രശ്നം, അഭയാർത്ഥിത്വം തുടങ്ങിയ പ്രത്യേക സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അധിക സുരക്ഷയും നിയമസഹായവുമുണ്ട്. ഇതുപോലുള്ള കേസുകളിൽ ചിലരും NGOs, സോഷ്യൽ വർക്കേഴ്സ്, മൈഗ്രേഷൻ ഹെൽപ്പ് ഡെസ്ക്സ് എന്നിവയുമായി ബന്ധപ്പെടുന്നു. സെക്ഷൻ 5 രാജ്യം വിടേണ്ട സാഹചര്യങ്ങൾ. നിങ്ങൾ അപ്പീൽ ചെയ്യാതെ ഉപേക്ഷിച്ചാൽ അതോടെ രാജ്യത്ത് തുടരാൻ കഴിയില്ല. പലപ്പോഴും ഡെപാർച്ചർ ഓർഡർ ഉണ്ടാകും. അത് അനുസരിച്ചില്ലെങ്കിൽ വരും എൻട്രി ബാൻ, ഒരു വേള 5 വർഷം വരെ യൂറോപ്പിൽ പ്രവേശിക്കാൻ കഴിയില്ല. കൂടാതെ ചില രാജ്യങ്ങളിൽ വോളണ്ടറി റിട്ടേൺ പ്രോഗ്രാം ഉപയോഗിച്ച് ചെലവ് കുറച്ച് രാജ്യത്ത് മടങ്ങാനും സഹായം ലഭ്യമാണ്. സെക്ഷൻ 6 അവസാന കുറിപ്പുകൾ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ റെസിഡൻസ് അപേക്ഷ റിജക്ട് ആവുമ്പോൾ നിങ്ങൾ പാനിക്കിലാകേണ്ട. പല രീതിയിലും നിങ്ങൾക്ക് ഇപ്പോഴും അവസരങ്ങളുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്തിലാണ് അപേക്ഷ നൽകിയതെന്ന് കമന്റിൽ എഴുതൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതേ രാജ്യത്തിന്റെയും നിയമസഹായങ്ങളെയും വിശദമായി മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കാം. ഇതുപോലെ യൂറോപ്പിലെ മൈഗ്രേഷൻ, വിസ, റെസിഡൻസി, ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ വിശ്വസനീയവും ഉപയോഗപ്രദവുമായ വിവരങ്ങൾക്കായി നമ്മുടെ ചാനലായ യൂറോപ്പ് വാർത്താ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനി കാണാം മറ്റൊരു വീഡിയോയിൽ. നന്ദി.